എന്നാ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഇവർക്ക് നാരിയത്ത് സലാത്ത് പറ്റുമോ മറ്റു സലാത്ത് പറ്റുമോ? ഇവരെ ഒരു മൗലവി പറയുന്നുണ്ട്, ഞങ്ങളെങ്ങാനും സലാത്ത് ചൊല്ലുന്നാണെങ്കിൽ നമ്മളെ ഹുസൈൻ സലഫിനെ കൂട്ടിയാൽ 10,000 ഉണ്ടാവും, നല്ല സൗണ്ടാണ്. എന്നിട്ട് മൗലവി ഇവിടുന്ന് പറയാ, എന്റെ സൗണ്ടിന്റെ ഗുണം കൊണ്ടാണ് കുറെ ആളുകൾ പാട്ട് വെക്കാൻ വരുന്നത് ആ പേരോട് പറയുന്നത്. സൗണ്ടിന്റെ ഗുണമൊന്നുമല്ല, പേരോട് ഹക്ക് ഞങ്ങളടുത്തുള്ളത് കൊണ്ടാണ്. നല്ല ഹക്ക. മൗലവി പറയാ അള്ളാഹ്ക്ക് ഇടത്ത് കൈയില്ല, അൽമനാലിൽ പറയാ ഇടത്ത് കൈയുണ്ട്, അള്ളാഹ് ചുരുട്ടി പിടിക്കും ഇടത്തെ കയ്യിൽ. എന്നിട്ട് ഭയങ്കര ഹക്കും, നല്ല ഹക്ക് തന്നെ. ഇത് ഹക്ക? എന്നാ സഹോദര കേട്ടോ, നിങ്ങളെ സൗണ്ടിന് ഗുണമില്ലേ? പറയട്ടെ, മറ്റേ മൗലവി എന്ന് പറയട്ടോ. നിങ്ങൾക്കറിയോ ഹുസൈൻ സലഫിനെ സലാത്തിനെ ഏൽപ്പിച്ച് ഞങ്ങളെങ്ങാ സലാത്തിലൂടെ കോടിയല്ല വരിക. എന്താ മുമ്പ് സൗണ്ട്? നിങ്ങളെ കൂട്ടത്ത് പോലും ഞങ്ങൾക്ക് സലാത്ത് വാർഷിക ഖലീൽ തങ്ങളെ പോലെ കൊണ്ടെടുക്കാൻ പറ്റിയ ഒരാളാണ് ഹുസൈൻ സലഫി. ഞങ്ങൾ കൊണ്ടെടുക്കാറില്ല. വരും പ്രസംഗിക്കുമ്പോ എന്തറിയുമ്പോ അസ്സലാമു അലൈക്കും, സുഖല്ലേ സലഫി? ആ സുഖാണ് സുഖാണ്, വിട്ടോടി. അപ്പൊ സൗണ്ട് ഭയങ്കര സൗണ്ടാണ് പോലും. സലാത്ത് സംഘടിപ്പിച്ചിട്ട് കോടി വരൂന്നാ പറയുന്നത് മൗലവി. മൗലവിമാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സലാത്തിനെ പരിഹസിക്കുന്നത് കാണണോ നിങ്ങൾക്ക്? വേറൊരു മൗലവി സലാത്തിനെ പരിഹസിക്കുന്നത് കാണിച്ചു കൊടുത്താ മനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. കണ്ടോ? ഇതാ നിങ്ങളെ മതപ്രവർത്തനം അല്ലേ? നിങ്ങളെ മതപ്രവർത്തനമാണ് ഇതല്ലേ? സലാത്തിനെ പരിഹസിക്കലാണല്ലേ? ഇനി സഹോദരന്മാരെ, ഇപ്പോ ഞാൻ നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ വിശദീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോ മൗലവി ഇപ്പം വന്നിട്ട് പറയുന്നു, നാരിയത്ത് സലാത്ത് ചൊല്ലുന്നതിനിപ്പം മൂപ്പർക്ക് കുഴപ്പം പറയുന്നില്ല. പ്രാവശ്യത്തെ പ്രസംഗത്തിന് എന്താ പറഞ്ഞറിയോ? നിങ്ങൾ പ്രത്യേകം പുണ്യം നിശ്ചയിക്കുന്നു, ക്രമം നിശ്ചയിക്കുന്നു, എണ്ണം നിശ്ചയിക്കുന്നു, അവിടെയാ പ്രശ്നം. എന്നാ പിന്നെ മൗലവി, ഞങ്ങൾ 4444 ഞങ്ങൾ എണ്ണം നിശ്ചയിക്കുമ്പോ നിങ്ങൾ 4443 ചൊല്ലിക്കോ. ഞങ്ങൾ പറയുന്ന എണ്ണങ്ങൾ ചെല്ലണ്ട, എണ്ണത്തിലല്ലേ നിങ്ങൾ കുഴപ്പോ. പിന്നെ ഞങ്ങൾ സമയം നിശ്ചയിക്കുന്ന പ്രശ്നം, ഞങ്ങൾ രാവിലെ ചൊല്ലുമ്പോൾ നിങ്ങൾ വൈകുന്നേരം ചൊല്ലിക്കോ. അല്ല പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം? ടൈം ടേബിൾ ഉള്ളതാണോ പ്രശ്നം? എന്നാ മൗലവി, നിങ്ങളെ കോളേജിലും മദ്രസയിലൊക്കെ ടൈം ടേബിൾ ഇല്ലേ? സമയം നിശ്ചയിച്ച് ഖുർആൻ ഓതുന്നില്ലേ? 15 മിനിറ്റ് കുട്ടികൾ രാവിലെ ഖുർആൻ ഓതണം പാസ്സാക്കുന്നില്ലേ? അങ്ങനെ റസൂലുള്ള 15 മിനിറ്റ് പാസ്സാക്കിയിട്ടുണ്ടോ? ടൈം ടേബിൾ ഉണ്ടോ? റസൂലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിനൊന്നും മറുപടി പറയാതെ നിങ്ങൾ എവിടത്തേക്കാ പോകുന്നത് മൗലവി? ഏതായാലും നിങ്ങൾ സലാത്ത് അംഗീകരിച്ചല്ലോ. ഇപ്പൊ മൂപ്പരെന്താ പറയുന്നതെന്നറിയോ? സുബ്ഹാന ജല്ല ജലാലു. മൂപ്പരിപ്പ സലാത്തിന് മൂപ്പർക്ക് കുഴപ്പമില്ല. മുമ്പ് മൂപ്പര് പറഞ്ഞു സയ്യിദിനാന്ന് റസൂലുള്ളാഹിന്റെ സലാത്തിൽ പറയാൻ പാടില്ല. ഞാൻ KM മൗലവി തന്നെ സയ്യിദിനാന്ന് എഴുതിയത് അങ്ങ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ പ്രസംഗത്തില്. ഇപ്പൊ മൂപ്പർക്ക് അതിന് കുഴപ്പമില്ല, മൂപ്പർക്ക് അതിന് എതിർപ്പില്ല. പിന്നെയോ ഇപ്പൊ മൂപ്പർ എന്താ പറയുകയോ? റസൂലുള്ള പഠിപ്പിച്ച ആശയങ്ങളുള്ള സലാത്തിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആശയങ്ങൾ ഉള്ളത് മാത്രമേ നമുക്ക് പാടുള്ളൂ. അപ്പൊ റസൂലുള്ള നേതാവാന്നുള്ള റസൂലുള്ള പഠിപ്പിച്ച ആശയ, അതിന് കുഴപ്പമില്ലാതെ ഇപ്പൊ സംഭവിച്ചില്ലേ മൗലവി? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാൾ ബഹ്റൈനിൽ പോയിട്ട് ചോന്ന തട്ടവിട്ട് പ്രസംഗിച്ച് 7 വാചകം കൊണ്ടേ സലാത്തില്ലാൻ പാടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 3 സലാത്ത് 7ന്റെ പുറത്ത് അയാൾ എന്നെ ഞാനങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. സക്കരിയ സലാഹിന്റെ വേറെ കേൾപ്പിച്ചു കൊടുത്ത്, അബ്ദുൽ ഖാദർ മൗലവിന്റെ വേറെ കേൾപ്പിച്ചു കൊടുത്ത്, ഉമർ മൗലവിന്റെ വേറെ കേൾപ്പിച്ചു കൊടുത്ത്. ചോന്ന തട്ട വിട്ടിട്ട് അത് പ്രസംഗിക്കുന്നോട്ടുള്ളൂ മൗലവി പറയുന്നത് സയ്യിദിനെ പറ്റൂല. എന്നിട്ട് മൂപ്പരൊന്നും കൂടി പറയുന്നുണ്ട്, 7ഓളം വാചകണ്ട് സലാത്തിന്, 7ഓളം വാചകത്തിനെ സലാത്ത് പറ്റൂ, വേറെ വാചകമൊന്നും സലാത്തിന് പറ്റൂല. മൂപ്പര് ഇബ്രാഹിമിയ സലാത്തിന്റെ വാചകം പറഞ്ഞിട്ട് പറയാ. ഇബ്രാഹിം സലാത്തിന്റെ ലാസ്റ്റ് ഭാഗം വെച്ചിട്ട് സമയം പോട്ട, ലാസ്റ്റ് ഭാഗം വെച്ചിട്ട് ആ പ്രസംഗം കേൾപ്പിച്ചെടുത്ത മൗലവി പറയുന്നത് സലാത്തിന്റെ ഒരു രൂപമാണത്. 7ഓളം രൂപങ്ങളിൽ സഹീഹായ നിലക്ക് സലാത്തുകൾ വേറെയും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അത് മറ്റൊരു രൂപമാണ്. അങ്ങനെ 7ഓളം രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏതും നമുക്ക്
നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല കേട്ടോ. 7ഓളം വാചകങ്ങളിലേ സലാത്ത് പറ്റുള്ളൂ. അവിടെ ഒന്നും സയ്യിദിനൊട്ടില്ലതാരും. സയ്യിദിനാന്റെ അർത്ഥം എന്താ? ഞങ്ങളെ നേതാവ്. ഓ, ഇവരെ നേതാവല്ലല്ലോ. ഇവരെ നേതാവ് നമ്മളെ സൂന്നറമോ പാറുന്ന നേതാവല്ലേ. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ. ൂതിയ പറഞ്ഞു 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 ൂതിയ പറഞ്ഞു. അവരുടെ മൂപ്പർക്ക് പിടിക്കുന്നില്ല. സയ്യിദിനാ എന്ന് പറയുന്നത് പിടിക്കുന്നില്ല. അതാ പ്രശ്നോ. മൗലവി എന്നെ തുറന്നു പറഞ്ഞില്ലേ, സയ്യിദിനെ കാണുന്നില്ല. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, മുജാഹിദിന്റെ മൗലവിമാരെ ഞാനിവിടെ പിടിച്ചു കെട്ടു എന്ന് വെറുതെ പറഞ്ഞതല്ല. KM മൗലവി എഴുതിയ, നിങ്ങളെ കേരള ജമിയത്തുൽ ഉലമ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്ത് വൽ കറാമ അതാ ഞാൻ സ്ക്രീനിൽ വെക്കുന്നു. മൗലവിമാരെ നോക്കൂ, വായിക്കൂ. മൗലവിമാരെ, എന്താ അതിലുള്ളത്? നിങ്ങളെ KM മൗലവി അതാ സയ്യിദിനെ കൂട്ടിയിട്ട് സലാത്തി ചൊല്ലിയിട്ട് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പണ്ഡിത സംഘടന പിരിച്ചുവിടൂ മൗലവി. കേരള ജമിയത്തുൽ പിരിച്ചുവിട്. പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചാണ് സയ്യിദിന മുഹമ്മദ്. പിരിച്ചുവിട്. എന്നിട്ട് നാദാവരത്തെ ചാർജ് ചെയ്യുന്ന ടിക്കറ്റ് എടുത്തിങ്ങ് വന്നാ പോരാ. ടിക്കറ്റ് എടുത്തിയ മുതലാളിമാര് ജന്മ മുജാഹിദീങ്ങൾ പറ്റിച്ചിട്ടുണ്ടാവും. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഈ സാധാരണക്കാരെ എത്രയാണ് ഇവർ പറ്റിച്ചത്, പേഴിപ്പിച്ചത്? നിങ്ങൾ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ സയ്യിദിനുണ്ടല്ലോ, എന്നാ പിരിച്ചുവിട്ടൂടെ? ഇനി ഇതാ നിങ്ങളെ പത്രയിലെ അൽ മുർഷിദ്, ആ അൽ മുർഷിദിലതാ എന്താ ഉള്ളത് കേട്ടോ. നിങ്ങൾ 7ഓളം വാചകേ പറ്റൂന്നില്ലേ? കേട്ടോ. വനുസല്ലി വനുസല്ലിമു അലാ മൻ അർസലതഹു റഹ്മതൻ ലിൽ ആലമീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ യത്തബിഹു ഫിർ റുസ്ദി വൽ ഇർസാദി ഇലാ യൗമിദ്ദീൻ. നിങ്ങൾ അൽ മുർഷിദ് 938 മെയ്. കേട്ടോ. വിശേഷിക്കാൻ കഴിയുമോ? സയ്യിദിനെ പറ്റൂലേ? നാരിയ സലാത്ത് നരകത്തിലല്ലേ? ഇനിയും കേട്ടോ, ഇനിയും കേട്ടോ, തീർന്നിട്ടില്ല. ഇനി നിങ്ങൾ കേട്ടോ, നമ്മളെ മറ്റേ മൗലവി, ഇയാളെ കൂട്ടുകാരനുണ്ടല്ലോ, എല്ലാ മൗലവിനും ഇവിടെ ശരിയാക്കുന്നില്ല പറഞ്ഞു. സക്കരിയ പറയുന്നത് എന്താണെന്നറിയോ? സലാത്ത്, നമ്മളെ സലാത്തൊന്നും പറ്റാത്തതിന്റെ കാരണം സക്കരിയ തെഹ്കീഖ് ആക്കുന്നുണ്ട്. ആ തെഹ്കീഖ് ഒന്ന് കേട്ടോ. സക്കരിയാന്റെ തെഹ്കീഖ് നാരിയ സലാത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബില ഒന്ന് കാണിച്ചോണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. വിഷയം മനസ്സിലായി നിങ്ങൾക്ക്? റസൂലുള്ള കാണിച്ചല്ലാത്തൊരു സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. എന്നാ നിങ്ങൾ അൽ വിലായത്ത് വൽ കറാമയിലെ സലാത്ത് റസൂലുള്ള കാണിച്ചിട്ടുണ്ടോ? അൽ മുർഷിദിലെ സലാത്ത് കാണിച്ചിട്ടുണ്ടോ? അതിലൊക്കെ സയ്യിദിനെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റും, ഞമ്മക്ക് പറ്റൂല. അതെന്താ മൗലവി? അതേതാ മതം? നിങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്ക് പറ്റൂല. അതേതാ മതം? നിങ്ങൾ മുസ്ലിമീങ്ങൾ നാരിയത്ത് സലാത്ത് പോലത്തെ സലാത്ത് ചൊല്ലുന്ന മുടക്കാൻ വേണ്ടി പറഞ്ഞ വാചകാണ്. അതാ വിഷയോ. ഞങ്ങൾക്ക് തിരിയാഞ്ഞിട്ടല്ല.